നീ ഒരു കാമുകനല്ലേ? കൂട്ടത്തിലുള്ളവരെ നീയൊക്കെ രക്ഷിക്കുകയല്ലേ ചെയ്യുള്ളൂ. സർ പ്ലീസ്. നീ ഇങ്ങോട്ട് വരികയോ വികാസിനെ കാണുകയോ ചെയ്യരുത്. ജാओ. സർ പ്ലീസ്. ഗെറ്റ് ഔട്ട്. ജയ് ഹിന്ദ് സർ. എല്ലാം അറിഞ്ഞപ്പോൾ രവികുമാർ സാർ ഒരു തീരുമാനമെടുത്തു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന ഒടിവിദ്യ വികാസിന്റെ കാമുകിയുടെ മദ്യപാനിയായ ജ്യേഷ്ഠനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. സർ, കൂടുതലായി പറയാൻ കഴിയുക രവികുമാർ സാറിനാണ്. താങ്കൾ തന്നെ അത് പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും താങ്കൾക്ക് കുറ്റബോധത്തിന്റെ ആഴം കുറയ്ക്കാം. പറയൂ സർ, ആ കുഞ്ഞ് എങ്ങനെയാണ് ഡസ്റ്റ്ബിന്നിലെത്തിയത്? കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോ തൽക്കാലത്തേക്ക് മകനെ ഞാൻ ഇവിടെ നിന്നും മാറ്റി. അപമാനിതനായി ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഏറ്റു സാർ. അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ജീവനോടുണ്ടാവില്ല. പിന്നെ പണം ഇത്രയും മാത്രം പോരാ. സ്വന്തം പെങ്ങളാണേ.